പണ്ടൊക്കെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്തില്ലേ, KSRTC ബസ്സാണ് ആദ്യം വരുന്നെങ്കിലുണ്ടല്ലോ കയറില്ല കേട്ടോ. പ്രൈവറ്റ് ബസ്സിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യും. എന്തിനാണെന്നല്ലേ, വേറെ ഒന്നല്ല കേട്ടോ. പ്രൈവറ്റ് ബസ്സിൽ പോകുന്നൊരു ചില്ല് അത് വേറെ എവിടെയും കിട്ടത്തില്ല കേട്ടോ. കാര്യം നല്ല അടിപൊളി പാട്ട്. കാര്യം നമ്മൾ ഫോണിൽ ഇപ്പോൾ ബ്ലൂടൂത്തൊക്കെ കൂട്ടി കേൾക്കുന്ന പാട്ടിനേക്കാളും ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോങ്ങൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ വെച്ച് കീച്ചിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പാട്ട് കേട്ടോണ്ടൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് എത്താറായി കാണും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് എത്തല്ലേ എന്നുള്ളത്. കാരണം ആ പാട്ട് കഴിയാൻ വേണ്ടി മാത്രം കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ പറയുന്നത് കേട്ടു, ഇപ്പം പാട്ടുകളും കാര്യങ്ങളൊന്നും പ്രൈവറ്റ് ബസ്സിലില്ലെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല കേട്ടോ. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുവാണെങ്കിൽ മാലപറിക്കലും പെണ്ണുപിടിയന്മാരും കഞ്ചാവും കള്ളക്കേസും എല്ലാം ഉണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ മാത്രം പാട്ട് വെക്കാത്തതെന്നല്ല എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പോലുള്ളൊരു അത്താണിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സും പാട്ടും ഒക്കെ ഒരു സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണല്ലോ അല്ലേ. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.